ആൾക്ക് വേണ്ടത് ഒരു സെക്സ് ടോയും ഒരു വീട്ടുജോലിക്കാരിയുമായിട്ട്. ലവ് മാരേജ് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും വേണം വേണ്ട അങ്ങനെ ഒരു ഇതായിരുന്നു വീട്ടിൽ. 18 വയസ്സല്ലേ ഉള്ളൂ. 18 എല്ലാ പെൺപിള്ളേരും അതാണ് ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെയാണ് ചിന്താഗതി. കല്യാണം ഉറപ്പിച്ച 6 മാസത്തിനുള്ളിൽ ഞാൻ ആളുമായിട്ട് അഡിക്റ്റ് ആയി. ആള് വേണം, ആളില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഇതായി. കാരണം ഞാൻ പള്ളിക്കാരി അല്ലല്ലോ, അവര് പള്ളിക്കാരാ. എന്നെ മതം മാറ്റണം എന്നുള്ളൊരു പേരിലും പ്രശ്നം. ഒരു 2.5 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി 1.5 മാസമായിട്ട് ഇരുന്നപ്പോഴാണ് എന്നെ ഒരുപാട് തല്ലിയത്. ആ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചേ പറഞ്ഞതാ. ചാവാനൊക്കെ നോക്കിയതായിരുന്നു. കെട്ടിക്കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ എടുത്തു ചാടിയതാ. കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ റിലേഷനിലേക്ക് പോയായിരുന്നു. പണിയൊന്നുമില്ലടി സോനൂസെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി നിനക്ക് വട്ടുണ്ടാന്നൊക്കെ ചോദിച്ച് എന്നെ ഇടക്ക് ഓക്കിയാക്കണ പറഞ്ഞാൽ ഞാൻ എന്നോട് പറയടാ. ഇപ്പൊ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? വരുന്നുണ്ട്. എന്റെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ചെക്കൻ പറഞ്ഞ എന്റെ ചേട്ടനാ. ഫോൺ പോലും ഇല്ല. ഫോണില്ല. അയ്യോ, അങ്ങനത്തെ ഒരാളെ കാണാൻ കാസ്റ്റും കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം, എനിക്ക് പണ്ടാരം കാസ്റ്റേ ഇഷ്ടമല്ല. മനുഷ്യരല്ലേ എല്ലാരും. ഈ മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ തീർന്നു. ഞാൻ ചാടിയില്ല. അപ്പഴാ പെട്ടെന്ന് വയറ്റിൽ കൊച്ചുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ആലോചിച്ചപ്പോ ചിലര് പറയും എനിക്ക് പണ്ടെന്തോ ട്രോമയുണ്ട്, അതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് എന്തോ ട്രോമ ഇല്ലേ? നമ്മളും പെണ്ണുങ്ങളല്ലേ, നമ്മളും കുറെ അനുഭവിച്ചല്ലേ വരുന്നേ. പക്ഷെ ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ റിയലാ, അല്ല റെയറാണ്. കല്യാണം കഴിക്കാൻ അങ്ങനെയല്ല, എല്ലാ ആണുങ്ങളും പ്രശ്നക്കാരാണല്ലോ. എല്ലാരും അല്ല. എന്നെ നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അടിക്കണം. ആരും കാണാതെ 2 എണ്ണം കൊടുക്കണം. ഇങ്ങനെയുള്ളവന്മാർക്ക് കൊടുത്തേ തീരും. അടി കൊടുത്തെങ്കിലും പഠിക്കുമെങ്കിൽ പഠിക്കട്ടെ. താമസിച്ചെന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും വീട്ടുകാര് പറഞ്ഞിട്ടാണോ അത് സ്വന്തം എടുത്ത തീരുമാനമായിരുന്നു? സ്വന്തമായിട്ട് എടുത്ത തീരുമാനം. അത് എനിക്കും ഒറ്റക്ക് ജീവിച്ച് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഞാൻ വീട്ടുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ ഒതുങ്ങി ആ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ. ഞാൻ ഒന്നിലേക്കും എടുത്ത് പോകത്തില്ല. ഒന്നിനും ഞാനിപ്പോ ഇവിടം വരെ എത്തില്ല. എന്റെ വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഒതുങ്ങിയ ആൾക്കാർ. അവർക്ക് ഇതൊക്കെ പേടിയാണ്, ടെൻഷൻ ഉണ്ട്. എനിക്ക് എന്തേലും പറ്റുമെന്നുള്ള പേടിയാണ്. കാരണം വീട്ടിലെ ഏറ്റവും ഇളയ മോളാ ഞാൻ. അപ്പൊ അവർക്ക് അതിന്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടാവുമല്ലോ, ഒരു അച്ഛനും അമ്മക്കും ഉണ്ടാവും. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഒരു കാലഘട്ടം ഏതാണ്? അല്ല, ഒരു അനുഭവങ്ങളായാലും. ഒരു മോഡലിംഗ് ഫീൽഡ് ടൈമിലായിരുന്നു അതിറങ്ങി. അത് എത്ര വർഷം മുമ്പായിരുന്നു? ഒരു 2-3 വർഷം മുമ്പാ. ഇപ്പൊ അതൊക്കെ കെട്ടൂന്ന് വിചാരിക്കരുത്, നശിച്ചേ അടക്കുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയുള്ള, എത്ര പോയാലും നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരാളാണ്. ഞാനെല്ലാം പ്രതീക്ഷിച്ചിരിക്കുക. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കാരണം കൂടെ നടന്നപ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്തു എങ്ങനെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ആ കൂട്ടുകാരി ആയിരുന്നയാള് കാണുന്നുണ്ടെങ്കിൽ പറയാം, ഒരാളെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ വഴിക്ക് വിടുക, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക അല്ലേ? ഇനി എന്തിനാണ് പകയത് വീട്ടാനുള്ളതാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് വ്യക്തിയെ നോക്കണം. അതിനുള്ള കാരണം വേണം. ആള് ചെയ്ത തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടി എന്നെ കുറ്റക്കാരി. അത് തെറ്റ് സമ്മതിക്കണം. എനിക്കും എന്റെ മുമ്പിൽ ഒന്ന് ഞാൻ ഇങ്ങനെ ഞാൻ ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയും. എനിക്ക് അതിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല. പിന്നെ അത് പറയണോ വേണ്ടെന്നുള്ളത് ഇഷ്ടക്കേടും എന്റേതാണ്. കാരണം എന്റെ ലൈഫാ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോണം, എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡിസിഷൻ നമ്മുടെ കയ്യിലാണ്. അപ്പൊ അതില് കേറിയും കളിക്കരുത്. പിന്നെ റിവെഞ്ച് എന്താ വെച്ചാൽ അധികം റിവെഞ്ച് ചെയ്യാതിരിക്കുക. ഒരു സ്ത്രീയാണ്, കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് അല്ലേ? നമ്മുടെ സ്വപ്നത്തെ എത്തിപ്പിടിക്കാനായിട്ട് അങ്ങനെ ജീവിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നല്ല കുടുംബം ഉണ്ടായിട്ടും എനിക്കൊരു മോനും ഉണ്ട്. എനിക്ക് ഈ രീതിയിൽ നടക്കേണ്ട കാര്യമില്ല. എന്റെ കൊച്ചു വളർന്നു വരുമ്പോ വലുതും ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അമ്മനെ കുറിച്ച് എന്ത് മോശം. അതെ. അപ്പൊ അതിന്റെ പറയണ വിവാഹം കഴിഞ്ഞു, ഡിവോഴ്സ് ആണ് ഇപ്പൊ. ഒരുപാട് വർഷമായോ? 6 വർഷം കഴിഞ്ഞു.
അപ്പൊ ചെറിയ പ്രായത്തിലായിരുന്നു 18 വയസ്സിലായിരുന്നു കല്യാണം. ഇത്രയും നേരത്തെ കെട്ടിച്ച വീട്ടുകാരാണ് അറേഞ്ച്? ഇല്ല, വീട്ടുകാരെ ഞാൻ കുറ്റം പറയില്ല. പുറകെ വന്ന ചേട്ടനായിരുന്നു, കമ്പനിയായി. പിന്നെ ഇത് ലവ് മാരേജ് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും വേണം വേണ്ട അങ്ങനെ ഒരു ഇതായിരുന്നു വീട്ടിൽ. 18 വയസ്സല്ലേ ഉള്ളൂ? 18 വയസ്സുള്ളൂ. എന്റെ അടുത്ത് വന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഉടനെ പറഞ്ഞു വീട്ടിൽ അച്ഛനമ്മയുണ്ട്, അവരോട് പോയി സംസാരിച്ചാൽ മതി, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പ്രേമിച്ച് നടക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് ആളെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അത് കല്യാണത്തിന് ശേഷമാണ് ആൾ ഈ പ്ലാനിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ആ ഒരു കല്യാണം ഉറപ്പിച്ച 6 മാസത്തിനുള്ളിൽ ഞാൻ ആളുമായിട്ട് അഡിക്റ്റ് ആയി. ആള് വേണം, ആളില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഇതായിപ്പോയി. പിന്നെ ഓൾറെഡി വീട്ടില് ഞാൻ ഒരു നാടൻ പെങ്കൊച്ചിനെ പോലെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ ആള് മതി, ആളാണ് ഫുള്ള് ലോകം. അപ്പൊ അങ്ങനെ നിന്നിട്ടും എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ ആളുടെ സ്വഭാവം മാറി. തനി സ്വരൂപം കാണാന്ന് പറയുന്നത് അങ്ങനെയും പറയാം. ആൾക്ക് ഇനി മെന്റലി വല്ല കുഴപ്പമുണ്ടോ ഞാൻ ഇപ്പൊ ഇതാക്കി പറയാലോ. ആൾക്ക് ഇപ്പൊ ഒരു ലൈഫ് ഉണ്ട്, ആളിപ്പോ ഒരു മാരേജ് കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞു. രീതിക്ക് പോട്ടെ. എന്നാലും 2 ആഴ്ച കഴിഞ്ഞപ്പം നമ്മൾ ആദ്യം ഉള്ള പോലത്തെ സ്വഭാവം ആയിരിക്കില്ല ചിലപ്പോ. കല്യാണം കഴിഞ്ഞ് 6 മാസം സിനിമ ആയിരുന്നു ഞാൻ കണ്ടോണ്ടിരുന്നത്. അതുപോലെ പ്രേമിച്ച് നടക്കുക, എന്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ദിവസം പാർക്കിൽ വെച്ച് എന്നെ എടുത്തോണ്ട് നടക്കുക. എന്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ, റൊമാൻസ് ഭയങ്കര ഇഷ്ടം. പക്ഷെ അന്നൊക്കെ ചമ്മലുണ്ടെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോ ഇതൊക്കെ എല്ലാം അഭിനയായിരുന്നോ എന്നുള്ളൊരു ഇത്. എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇതൊന്നും ഉണ്ടായില്ല. എന്റെ കൂടെ ഉണ്ടാവണം, ഹാപ്പി ആയിട്ട് നടക്കണം. പിന്നെ കല്യാണം കഴിച്ച് പോകുമ്പോ ഹസ്ബൻഡ് എല്ലായിടത്തും കൊണ്ടുപോകും, ഫ്രീ ആയിട്ട് നടക്കാം. വീട്ടുകാരെല്ലാരും ചെറുതിലോട്ട് പിള്ളേരോട് എന്താ പറയുന്നത്, നീ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയാൻ അയക്കാൻ എന്താണെങ്കിലും കാണിച്ചോ. ആ ഒരു ഇതുണ്ടാവും. എനിക്ക് എല്ലാത്തിനും ഫ്രീഡം ആണ്, അവർ കൂടെ ഉണ്ടാവും. പല പെമ്പിള്ളേരും, പല എന്നല്ല എല്ലാ പെമ്പിള്ളേരും അതാണ് ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെയാണ് ചിന്താഗതി. പക്ഷെ നല്ല ആളെ കിട്ടിയില്ലെങ്കിൽ ആ സംഭവം മൂഞ്ചും. അതെ, ശരി. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്താണ് ശരിക്കും വിഷമം തോന്നിയത്? എന്തായിരുന്നു, എങ്ങനെയായിരുന്നു സ്വഭാവത്തിലൊരു മാറ്റം തോന്നിയത്? ആൾക്ക് വേണ്ടത് ഒരു സെക്സ് ടോയും ഒരു വീട്ടുജോലിക്കാരിയുമായിരുന്നു. എനിക്ക് വീട് ജോലി ചെയ്യണേൽ കുഴപ്പമില്ല. പക്ഷെ ആ 18 വയസ്സുള്ള കുട്ടി എന്തോരം ജോലി ചെയ്യും? വീട്ടില് പശുവുണ്ട്, ഞാൻ ഓൾറെഡി വീട് ഫുൾ അടിച്ചു തുടക്കുന്നുണ്ട്, ബാക്കി എല്ലാ പണികളും ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഞാനൊരു പെണ്ണല്ല വീട്ടില്, ചേട്ടന്റെ വൈഫുണ്ട്, അമ്മയുണ്ട്. 3 പേർക്കും ചെയ്യാൻ കുറച്ചു നേരം മതി. ഞാൻ ആവശ്യത്തിൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ ആ അമ്മയും അവരും പറയുന്നത് ഞാൻ പണിയെടുക്കുന്നില്ല. ട്രീറ്റ് ചെയ്ത ഒരു സെർവന്റിനെ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും ഏതൊരു പെണ്ണും ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോ ആഗ്രഹിക്കണത് നമ്മള് റെസ്റ്റ് എടുത്തോ, ഭക്ഷണം കഴിച്ചോ, എന്തെങ്കിലും ആ ഒരു ഇതൊക്കെ ചോദിക്കും. ഞാനത് പ്രതീക്ഷിച്ചു. പക്ഷെ ആള് ജോലിക്ക് പോയിട്ട് വന്നിട്ട് എപ്പോഴും പറഞ്ഞ എന്തൊക്കെ ജോലി ചെയ്തു ആദ്യം തന്നെ ചോദിക്കുന്ന അതാ. ഞാൻ പക്ഷെ ഓൾറെഡി ആള് വന്നപ്പോ ഞാൻ വിളിച്ചിട്ട് ഏട്ടാ ചായക്ക് വെക്കണോ, എന്തേലും ഉണ്ടാക്കണോ, എന്തേലും എടുത്തു വെക്കണോ. പക്ഷെ ആൾക്ക് അതൊന്നും വേണ്ട. ഞാൻ വിളിക്കുന്നത് പോലും ശല്യം പോലെ ആയിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും, ആളുടെ എന്താണോ ഇഷ്ടം അതുപോലെ മാറാം. ആളുടെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ മാറിക്കൊണ്ടിരുന്നത്. എന്റെ ഇഷ്ടങ്ങൾ ആൾക്കറിയില്ല, എന്റെ ആഗ്രഹങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല. ഈവൻ എന്റെ വീട്ടിലേക്ക് പോലും അധികം വിടാൻ ഇഷ്ടമല്ലായിരുന്നു. ഫോട്ടോ ഇവിടെ തന്നെയായിരുന്നു കടവന്ത്ര അല്ല കണ്ടക്കടവ്. ഈ 2 പേര് കണ്ടക്കടവ് ഇവിടുന്ന് ഒരു അരമണിക്കൂറോട്ട്. എന്റെ വീട്ടിലേക്ക് വിടാൻ പോലും കല്യാണത്തിന് മുമ്പ് എന്റെ അമ്മേനോട് ഭയങ്കര സ്നേഹം, അച്ഛനോട് ഭയങ്കര സ്നേഹം. എന്റെ ചേട്ടൻ പിന്നെ കുറച്ച് ഇൻട്രോവേർട്ടാണ്, ആരും അധികം മിണ്ടില്ല. നല്ല രീതിക്കാണെങ്കിൽ മിണ്ടി അങ്ങോട്ട് നോർമലി പോവും. അപ്പൊ ആള് അത്രയും സ്നേഹത്തോടെ കാണിച്ച ആള് കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ വീട്ടിലും ബഹളം. അച്ഛനും ഒരുമാതിരി വെള്ളത്തിലാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. ഡോറായിട്ട് ഒരു കൊട്ട് തുടങ്ങിയത് ഞാൻ പേടിച്ചെണീറ്റ്. ഞാൻ ഓർത്തത് എനിക്ക് ഉറക്കണേന്റെ ശല്യം ചെയ്യണ എനിക്ക് ഇഷ്ടമല്ല. അങ്ങേര് പേടിച്ച് ഓടണേയും കണ്ടു. അപ്പൊ ഞാൻ ഓർത്തത് എന്താ സംഭവം, പശുവിനെ കറക്കാൻ ടൈം ആയിട്ടാ. ഞാൻ അപ്പോഴും എന്തിനു ഇത്രയും കിടന്ന് വെച്ച് ഉണ്ടാക്കണം, നോർമലി സംസാരിച്ചു പോ. ഞാനെല്ലാം നോർമലാക്കാൻ നോക്കിയിട്ടും എന്റെ അച്ഛനമ്മനെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ കാണാൻ നോക്കിയിട്ടും അച്ഛൻ കുടിച്ചിട്ടില്ലെങ്കിൽ നോർമലാ. എന്നോട് ഭയങ്കര സ്നേഹം. അമ്മ എങ്ങനെയാണെങ്കിലും കണക്കാ. ഞാൻ എത്ര സ്നേഹത്തോടെ ചെന്നാലും എന്തേലും ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ പള്ളിക്കാരി അല്ലല്ലോ, അവര് പള്ളിക്കാരാ. എന്നെ മതം മാറ്റണം എന്നുള്ളൊരു പേരിലും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായി ഞാൻ എന്തൊക്കെ വന്നാലും കാസ്റ്റ് മാറില്ല. എനിക്ക് കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇല്ല. പക്ഷെ എനിക്ക് വേറൊരു കാസ്റ്റിലേക്ക് മാറാനോ ആ ഒരു രീതിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ആളുടെ ഇതിൽ നിക്കട്ടെ, ഞാൻ പിന്നെ ചെന്നിട്ടും പ്രാർത്ഥനക്കും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നെ 1-2 വട്ടം നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പള്ളിയിൽ, വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി. പക്ഷെ പിന്നീട് അത് ആ ഒരു തന്ത്രം കാണിച്ച് പിന്നീട് എന്നെ മാറ്റണം എന്നുള്ളൊരു ഇതിലേക്കായി ആള്. അതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പറയാൻ നിന്നതിനാ വലിയ സിനിമ എടുക്കേണ്ട അവസ്ഥയിൽ പോവും. അത്ര അനുഭവിച്ചു. ആകെ 2.5-3 മാസം ഞാൻ കൂടെ ജീവിച്ചുള്ളെങ്കിലും
ഒരു ലൈഫ് ഫുള്ള് അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിച്ചു അവിടെ. അപ്പൊ ആ മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നന്റും ആയി. ഒരു 2.5 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി 1.5 മാസമായിട്ട് ഇരുന്നപ്പോഴാണ് എന്നെ ഒരുപാട് തല്ലിയത്. കൊറേ തല്ലി. പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും അന്നാണ് എന്നെ തല്ലിയത്. അതിനു മുമ്പ് എന്നെ തല്ലിയിട്ടില്ല. വാക്കുകൊണ്ട് മനസ്സ് നോവിക്കുന്നല്ലാണ്ട്. എപ്പോഴും രാവിലെ പോകുമ്പോ കരയിപ്പിച്ചിട്ട് പോവാ, രാത്രിയാകുമ്പോ അയാളെ സ്നേഹപ്രകടനമായിട്ടും വരും. നമ്മളൊരു സീരിയലിലൊക്കെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അതൊരു റിയൽ ലൈഫിലായിരുന്നു. പക്ഷെ എങ്ങനെ ഇത് പിടിച്ചു നിന്നു? അപ്പൊ പ്രഗ്നന്റ് ആയ ഉടനെ തന്നെ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു. എന്റെ അമ്മയൊക്കെയും ചോദിച്ചു നീ എങ്ങനെ ഇപ്പൊ നമ്മുടെ ഒരു ദേഹത്തിന്റെ കാര്യത്തിനാണെങ്കിലും പോരാടി എങ്ങനെ വന്നു. എനിക്ക് മെയിനായിട്ട് അതുണ്ടെങ്കിലും അത് മാത്രമല്ല, എനിക്ക് മെന്റലി ഫിസിക്കലി ഞാൻ ഓക്കെ അല്ല ആളുടെ കൂടെ. അപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടം എന്നുള്ളൊരു സാധനം മനസ്സിലുള്ളതുകൊണ്ട് പിടിച്ചു. പക്ഷെ എന്നെ അത്ര തല്ലിയിട്ട് ഞാൻ പിന്നീടും എനിക്ക് അയാൾ വേണം, കൂടെ വാ എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ആ വീട്ടിലേക്ക് ഞാൻ പോയില്ല. ആ വീടിന്റെ പടി ചവിട്ടില്ല എന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചേ പറഞ്ഞതാ. പക്ഷെ ഞാൻ പിന്നെ പോയില്ല. എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. 1.5 മാസം പ്രഗ്നന്റ് ആയി വീട്ടിൽ തന്നെ ആയിരുന്നു. പിന്നീട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 18 വയസ്സിൽ തന്നെ ഗർഭിണിയുമായി. വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നിക്കാണില്ലേ? എനിക്ക് അടിപൊളി ഒരു കൊച്ചിനെ കിട്ടി. എന്നെ ഇപ്പൊ ഞാൻ നോക്കണമെങ്കിൽ അവൻ എന്നെ നോക്കുന്നത്. അങ്ങനെ ഒരു നല്ല കൊച്ചിനെ എനിക്ക് കിട്ടി. അല്ല, ചെറിയൊരു പ്രായത്തിലായിരുന്നല്ലോ. എന്ന് വെച്ചാൽ ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ്, ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്ന അമ്മായിയമ്മ, അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അമ്മയാവുക, അതപ്പോ അക്സെപ്റ്റ് ചെയ്തിരുന്നോ? എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ഫാമിലി എനിക്ക് ഇഷ്ടമായിരുന്നു. ഫാമിലി ആയിട്ട് ഒരു കൊച്ചൊക്കെ ആയിട്ട് ഹസ്ബൻഡൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൊച്ചു വന്നപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ ചാവാനൊക്കെ നോക്കിയതായിരുന്നു. സോറി കരയല്ലേ. അതൊക്കെ കഴിഞ്ഞില്ലേ, കഴിഞ്ഞ കാര്യം അതൊക്കെ. ഞാൻ പിന്നെ അത് ഇത്രയും അനുഭവിച്ച ഒരാളാണെന്നേ കണ്ട പറയില്ല കേട്ടോ. നമ്മളെപ്പോഴും ചിരിച്ച മുഖത്തോടെയല്ലേ ചിരിച്ച മുഖത്തോടെയല്ലേ കാണുന്നേ. എന്നുവെച്ചാൽ ഇതൊക്കെ ഇനി ഒരു പെണ്ണുങ്ങളും ഇങ്ങനെ ഒന്നും അനുഭവിക്കരുത്. ശരിക്കും പറഞ്ഞാലേ ഒരു പാടാവട്ടെ എല്ലാവർക്കും. ആദ്യം നല്ല ഇതായിട്ടൊക്കെ ആൾക്കാർ നിൽക്കും. എനിക്ക് അനുഭവമുണ്ട്. ഫ്രണ്ട്സിനൊക്കെ കല്യാണം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ടെൻഷനാവും. ഈശ്വര എങ്ങനെയാണ് അവരോടൊക്കെ ഞാൻ ചോദിക്കും എങ്ങനെയാണ് അവരെന്ന് ചോദിക്കും. 1-2 പേരോട് ഞാൻ പറഞ്ഞത് അത് അതേപടി വന്നിട്ടുണ്ട്. അവരോട് ഓൾറെഡി കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയാണ് ചെക്കനെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ശരിയാവില്ല, നിനക്ക് വേറെ നല്ല ചെക്കനെ കിട്ടും. പക്ഷെ അനുഭവം ഉള്ളതുകൊണ്ട് ചെറിയ പ്രായത്തിൽ ഒരു അനുഭവം ഉണ്ടായല്ലോ. ഇപ്പൊ ഞാനൊരു സ്ത്രീ, എനിക്കിതൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. ഈ ഒരു പ്രായത്തിൽ ഇത്രയും അങ്ങനെ ഒരു ഗട്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരുത്ത് കിട്ടിയത്. അപ്പം മോന്റെ പേരെന്താ? ആദം. മോൻ എത്ര വയസ്സായി? ഇപ്പോ 6 വയസ്സോ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കണ്ടായിരുന്നു, നല്ലൊരു മോനാണ്. എന്തായാലും നല്ലൊരു മോനെ കിട്ടി. ശരിക്കും കല്യാണം കഴിക്കണ്ടെന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. വേണ്ടായിരുന്നു. കാരണം എന്റെ 18 വയസ്സിൽ എടുത്ത ചാട്ടവും കൂടിയാ. ഒരു ആലോചന വന്നു, ചെക്കൻ ആവശ്യത്തിന് കൊള്ളാം, കുഴപ്പമില്ല, ഓക്കെ. ഞാൻ അപ്പോഴും കെട്ടിക്കഴിഞ്ഞ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ എടുത്ത് ചാടിയതാ. അതെനിക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ട്, വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇടക്ക് തോന്നുന്ന കാര്യോട്ടോ. പക്ഷെ ഈ ഒരു അനുഭവത്തിലൂടെ ഇവിടെ എത്തിയോണ്ടാണ് ഞാനിപ്പോ ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. എല്ലാം നല്ലതിനായി സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് വിശ്വസിക്കാം. ഇനിയൊരു വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇപ്പൊ ഇപ്പോഴാണ് ശരിക്കും കെട്ടാനുള്ള പ്രായമായത്. അപ്പൊ ഇനി അല്ല നല്ലൊരു പാർട്ട്ണറെ വേണമെന്നുണ്ട്, ഇല്ലാന്നൊന്നും ഇല്ല. ടെൻഷനും ഉണ്ട്. ഞാൻ ഇപ്പോ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ റിലേഷനിലേക്ക് പോയായിരുന്നു. ഒന്നൊന്നും ഇല്ലട്ടോ. നമുക്ക് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് നോക്കാമല്ലോ. അതെ, ജസ്റ്റ് റിലേഷൻ അല്ലേ. അപ്പൊ ഓക്കെ ആവണില്ല. കാരണം അന്നേരം അങ്ങനെ റിലേഷനിൽ പോകുമ്പോ അറ്റാച്ച്മെന്റ് വരുമോ പിന്നീട്? അങ്ങനെ ഞാൻ ഭയങ്കര അറ്റാച്ച്മെന്റ് ആവുന്ന ആളാ. എനിക്ക് ഒരാള് വന്നു കഴിഞ്ഞാൽ അയാള് മാത്രമാണ്. പിന്നെ അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. അയാൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഞാൻ അവോയ്ഡ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പക്ഷെ അത് എനിക്ക് ദോഷം ചെയ്യാറുണ്ട്. കാരണം ആ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പിന്നീട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ വരുമ്പോ കാണാം അപ്പു, അക്ഷയ് എന്നാണ്. അവൻ എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയ ഇപ്പൊ ഒരു 5 വർഷം 4 വർഷമായി അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ എന്നെ ഇളയതാണ്. എനിക്ക് ഇതിന്റെ ഒരു കുഞ്ഞനിയനെ പോലെയാ. അവൻ അതുപോലെ തന്നെ നിക്കുന്നത്.
അവനോടാണോ എല്ലാം പറയുന്നത്? അവനോട് പിന്നെ ഞാൻ എല്ലാം ഷെയർ ചെയ്യും. അവൻ എന്നോട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടി സോനൂസേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടി നിനക്ക് വട്ടുണ്ടാന്നൊക്കെ ചോദിച്ച് എന്നെ ഇടക്ക് ഓക്കെ ആക്കണോ പറഞ്ഞാൽ ഞാൻ എന്നോട് പറയടാ ഇടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് വിട്ടു എന്നെ വിളിക്കണോട്ടാ വിളിച്ച് സംസാരിക്കണോട്ടൊക്കെ എന്ന് പറയും. ഇപ്പൊ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പ്രണയാഭ്യർത്ഥന വരുന്നുണ്ട്, പ്രപ്പോസൽസ് വരുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു റിലേഷനിലാവുമ്പോ ആദ്യം അവര് വരുമ്പോ വീട്ടുകാരോട് ചോദിച്ചിട്ടല്ല പ്രേമിക്കാൻ വരുന്നത്. പക്ഷെ ഒരു എന്തേലും ഒരു തീരുമാനം ആക്കണം എന്ന് വിചാരിച്ചൊരു സംസാരം വരുമ്പോ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവരങ്ങനെ പ്രശ്നവും അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, അല്ലെങ്കിൽ നിന്റെ കൊച്ചു പറ്റില്ല. ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഓക്കെ വേണ്ട പൊക്കോ ടാറ്റ ബൈ ബൈ എനിക്കിനി വേണ്ട അങ്ങനെ പറഞ്ഞാ വിടുന്നത്. കാരണം ഒരിക്കലും ഇപ്പൊ എനിക്ക് ലൈഫ് വേണമെങ്കിൽ എന്റെ കൊച്ചിനെ വിട്ടിട്ട് ഒരു പണിയില്ല. അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഇപ്പൊ എന്റെ കൂടെ താമസിച്ചില്ലെങ്കിലും കൊച്ചിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ഓക്കെ കൊച്ചിനെ അക്സെപ്റ്റ് ചെയ്യണം. അതെ, എനിക്ക് ഇടക്കാണെങ്കിലും കൊണ്ടുവന്ന് നിർത്തണം എന്റെ മോനെ. കാരണം എന്റെ വീട്ടുകാർ ഓൾറെഡി എന്നെ കെട്ടിക്കണമെങ്കിൽ കൊച്ചിനെ കൂടെ തരില്ല എന്ന് പറഞ്ഞു. എന്റെ ചേട്ടൻ എനിക്ക് വേണ്ടിയാ ജീവിക്കണേ, ചേട്ടൻ കെട്ടിയിട്ടില്ല, എന്റെ മോനെ നോക്കണ ചേട്ടനാ. ആണോ? അതിനുവേണ്ടി കെട്ടാതിരുന്നയാണോ? ആള് ഓൾറെഡി ഞാൻ പറഞ്ഞ ഇൻട്രോവേർട്ടാ, ഇതുവരെ ഫോൺ പോലും ഇല്ല. എന്റെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ചെക്കൻ എന്ന് പറഞ്ഞ എന്റെ ചേട്ടനാ. ഫോൺ പോലും ഇല്ല? ഫോണില്ല. അയ്യോ, അങ്ങനത്തെ ഒരാളെ കാണാൻ തന്നെ ഫോണില്ല. കൂട്ടുകാരാകെ രണ്ടുപേരുണ്ട്, ചേട്ടന് 2 കൂട്ടുകാരന്മാരുണ്ട്, വേറെ 2 മൂന്നേരുണ്ട്. പക്ഷെ എപ്പോഴും നടക്കുന്ന 2 കൂട്ടുകാരുണ്ട്, ശരത്ത് അപ്പു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെയൊക്കെയാ നടക്കുന്നത്. അപ്പൊ എന്റെ ചേട്ടൻ അടിപൊളിയാ. ചേട്ടനൊരു പെണ്ണ് കിട്ടിക്കഴിഞ്ഞാലും പൊന്നു പോലെ നോക്കും. പക്ഷെ ചേട്ടനിപ്പോ എന്നെ പോലെ നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ മതി എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയും എന്നെ ആരും വന്നിനി വിഷമിപ്പിക്കണ ആൾക്ക് ഇഷ്ടമല്ല. മോനെ നോക്കുന്നത് ചേട്ടനാ. ചേട്ടന്റെ പേരെന്താ? രഗിൽ. അമ്മയും ചേട്ടനും അപ്പനെ കൂടെ കൊച്ചിനെ നോക്കുന്നത്. കാരണം ഞാൻ ഇത്ര ഓടി നടക്കുമല്ലോ. അവനും ഒരു 1.5-2 വയസ്സായപ്പോ തൊട്ട് ഞാൻ അവരായിട്ട് കൂടുതൽ ചേർപ്പിച്ചു. കാരണം എനിക്ക് ഷൂട്ടിനൊക്കെ പോകുമ്പോ അവനെ നോക്കാൻ പറ്റില്ല. പക്ഷെ എന്തോ ഭാഗം കൊണ്ട് അവനും കുഴപ്പമില്ല, എന്നോടും പോയിട്ട് വരാൻ പറയും. കൊച്ച് ബോൾഡാണോ മോൻ? നല്ല ബോൾഡാട്ടോ. ഈ പ്രായം ഉള്ളെങ്കിലും എനിക്ക് തോന്നുന്നു 3 വയസ്സ് തൊട്ട് തന്നെ അവനെ എനിക്ക് ഫുഡൊക്കെ വാരിത്തരും. എനിക്ക് വയ്യെങ്കിൽ എന്റെ അടുത്ത് വന്നിരിക്കും. ഇപ്പൊ ഞാൻ അധികം അവനെ നോക്കിയിട്ടില്ല, എന്റെ അപ്പനും അമ്മയും ചേട്ടനെ നോക്കുന്നു. അപ്പോ എനിക്ക് അവനെ നോക്കേണ്ടി വന്നിട്ടില്ല. അവന് വയ്യെങ്കിലും ഞാൻ അടുത്തുണ്ടാവാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഉണ്ടെങ്കിലും ഞാൻ ഇപ്പൊ ഈ പ്രായത്തിന്റെ ആണോന്ന് അറിയില്ല, എനിക്ക് അധികം കൊച്ചുങ്ങളെ നോക്കിയിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി വന്നിട്ടില്ല. പക്ഷെ എനിക്ക് അവൻ ഇമ്പോർട്ടന്റ് ആണ് എന്റെ ലൈഫിൽ. അവൻ വന്നതിന് ശേഷമാണ് എനിക്ക് പിന്നെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുക. അവൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. സോറി. അപ്പോ അവനാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സത്യം. അവൻ എന്നെ വീട്ടുകാരോ എന്നെ പിണങ്ങണത് അവൻ സമ്മതിക്കൂല. അവൻ അപ്പൊ തന്നെ പോയി അവരടിക്കും. പക്ഷെ അവര് പറയണ്ട നിന്നെ ഞാനാ നോക്കണം, അവളിപ്പൊ പോകും. പക്ഷെ അവൻ ഇല്ല, നോനുവിന് തല്ലാൻ പല എടീന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയും. അവന് ഇഷ്ടമല്ല എന്നെ ആരും ദേഷ്യപ്പെട്ട് പിണങ്ങണതോ വഴക്ക് പറയണതോ ഒന്നും അവന് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് മടിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ അത് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ വാരിത്തരാന്ന് പറഞ്ഞ് എന്നെ ഊട്ടിത്തരും. എനിക്ക് അത്രയൊരു നല്ല മോനെ എനിക്ക് കിട്ടിയത്. അതെന്തോ പിന്നെ ഭാഗ്യമാണ്, അത് നല്ല ഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് കൊച്ചുണ്ടായാലും വിഷമമില്ല, ലൈഫ് ഇങ്ങനെ ഇപ്പൊ ആയതിലും വലിയ വിഷമമൊന്നുമില്ല. പിന്നെ പലരും പറയും, ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഇന്റർവ്യൂ ചെയ്ത ഒരു ആക്ടർ പറഞ്ഞാണ് ശരിക്കും കല്യാണം കഴിഞ്ഞാൽ മാറി താമസിക്കണം ഭർത്താവും ഭാര്യയും. സത്യമാട്ടോ, അതിൽ ഞാൻ ഒരു തെറ്റും പറയില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും അത് നമ്മളെ വീട്ടുകാർ ഉപേക്ഷിച്ച് പോലെ അല്ല. അവരായിട്ടുള്ള സ്നേഹബന്ധം നിൽക്കണമെങ്കിൽ നമ്മൾ മാറി താമസിക്കണം. കാരണം ഇപ്പൊ പലരും പറയുന്നുണ്ട് ആണുങ്ങളാരും കെട്ടി വേറെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നില്ല, അവർക്കുള്ള കംഫോർട്ട് എങ്ങനെയാണ് അതുപോലെ പെൺപിള്ളേർക്കും ഉണ്ട്. പക്ഷെ പലരും പെൺപിള്ളേര് നമ്മളൊരു ലൈഫിലേക്ക് പോവുകയാണ്, അതെ അങ്ങനെയാണെന്ന് വിചാരിച്ച് പലരും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. പക്ഷെ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് രണ്ടുപേരാണ് ലോകം. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ പെണ്ണും ചെക്കനും ഫാമിലി എല്ലാരും അച്ഛനമ്മയും എല്ലാരും കൂടത്തില്ല. അച്ഛനും അമ്മയും അവരുടെ ഒരു ഫാമിലി. നമ്മള് മക്കളൊന്നും എന്തായാലും അവർക്ക് നോക്കണം, മക്കളാണ്. നമുക്കും അച്ഛനമ്മയുണ്ട്, അച്ഛനമ്മനെ നോക്കണം. പക്ഷെ ആ കടമയുടെ പുറത്ത് ആരും നിൽക്കരുത്. നമുക്കൊരു ഫാമിലി വന്നാ മാറി താമസിക്കുക, ഇടക്ക് പോയി കാണുക, എന്നാലേ അത് നിലനിൽക്കുള്ളൂ. കാരണം എപ്പോഴാണെങ്കിലും ചില ടൈമിൽ എല്ലാ അമ്മമാരും അല്ല, ചില അമ്മമാർക്ക് എന്റെ മാനെ ഇവര് സ്നേഹിച്ച് കൊണ്ടുപോകാണല്ലോ എന്നുള്ളൊരു സ്വാർത്ഥത ഉണ്ടാവും. അപ്പൊ അത് വരുത്താതിരിക്കാൻ വേണ്ടി കൂടുതലും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നോക്കിയതായിരുന്നു കേട്ടോ എന്റെ കാര്യത്തിലും. പക്ഷെ ആൾക്ക് അപ്പോഴും അമ്മേനെയും പിടിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയുടെ സാരി തുമ്പി തൂങ്ങി അവിടെ നിന്നു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മായിയമ്മ പോരുണ്ടായിരുന്നു അല്ലേ? എനിക്കറിയില്ല അമ്മായിമ്മ പോര് കാണിച്ചതാണോ അല്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ലാത്തോണ്ടാണോ.
കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ അറിഞ്ഞായിരുന്നു എന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ടാന്ന് അറിയില്ല, മെയിൻ ആയിട്ട് അറിഞ്ഞത് കാസ്റ്റിന്റെ കാര്യത്തിലായിരുന്നു. കാസ്റ്റും കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം, എനിക്ക് പണ്ടാരം കാസ്റ്റേ ഇഷ്ടമല്ല. മനുഷ്യരല്ലേ എല്ലാരും, ഈ മണ്ണിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ തീർന്നു. മണ്ണിൽ തീരാനുള്ളതാണ്. കുറെ എണ്ണത്തിനുണ്ട് കാസ്റ്റ്, സ്വത്ത്, ഇങ്ങനെ കുറെ എണ്ണത്തിന് ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും എന്തിനാ ഇതൊക്കെ. ഞാൻ എന്റെ വീട്ടിൽ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും വേണ്ടട്ടാ, എന്റെ കൈയും കാലിലും കുഴപ്പമില്ല, ഞാൻ എല്ലാം സമ്പാദിച്ചോളാം. അതെ, നമുക്ക് കൈയും കാലും തന്നിട്ടുണ്ട്. അപ്പൊ ഈ വെറുതെ വീട്ടുകാരുടെ സ്വത്തും പണവും ഇതെല്ലാം ആഗ്രഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് എപ്പോഴും എന്റെ സ്വന്തം കാലിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് കണക്ക് പറച്ചിൽ കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ പറയും എനിക്കുള്ളത് ഞാൻ ഉണ്ടായിക്കോളാം, എനിക്കൊന്നും വേണ്ട ഇവിടെ നിന്ന്. അപ്പൊ വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകുന്ന ഒരാളോട് എന്താ ഒരു അഡ്വൈസ് പറയാനുള്ളത്? അഡ്വൈസ് അതിപ്പോ നമുക്ക് ഒരുപാട് അനുഭവിച്ച ഒരാളെന്ന നിലയിലെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായപ്പോഴാണോ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചത്? കുട്ടിയാണത് ആ ടൈമിൽ തല്ലിയില്ല, അന്ന് ഇറങ്ങി ഓടിയായിരുന്നു. അപ്പൊ അവിടെ ജസ്റ്റ് ഒരു കായലുണ്ടായപ്പോ എടുത്ത് ചാടാൻ നോക്കിയിരുന്നു. ഇല്ല, ആരും രക്ഷിച്ചില്ല. ഞാൻ ചാടിയില്ല. അപ്പഴാ പെട്ടെന്ന് വയറ്റിൽ കൊച്ചുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ആലോചിച്ചപ്പോ ബാക്കോട്ട് വലിഞ്ഞു. കാരണം ആ കൊച്ചെന്ത് ചെയ്തിട്ടാ, അവന് എന്തിനാ ഇതാക്കണെന്ന് വിചാരിച്ചിട്ട്. ഒന്ന് അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രണയം ഉണ്ടാവും. ആദ്യം കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരോടൊരു എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്, പ്രായം കൊണ്ടല്ല അനുഭവം കൊണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്ന് ഒരു കാര്യം പറയാനാണെങ്കിൽ, ഇപ്പൊ പ്രേമിച്ചടക്കുന്ന ടൈം അല്ല കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതകാലം എന്ന് പറഞ്ഞ. പ്രേമം ലൈഫ് വേറെ, ജീവിത ലൈഫ് വേറെ, കല്യാണം കഴിഞ്ഞിട്ട് വേറെ. അപ്പൊ പ്രേമിച്ചടക്കുമ്പോൾ അത് അതേപടി കല്യാണം കഴിഞ്ഞ് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്യരുത്. ഒരു കാര്യവും പ്രേമിക്കുമ്പോഴാണെങ്കിലും എക്സ്പെക്ട് ചെയ്യരുത്. എങ്ങനെയാണോ പോകുന്നത് ആ ഫ്ലോയിൽ പോവുക. കാരണം ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ച ആൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇത് കിട്ടിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടല്ലോ, സേഫ് ആയിട്ട് അവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചില ആമ്പിള്ളേര് വാല്യൂ ഇല്ലാതായി പോകും. പിന്നെ നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ കളയുന്നേ. നമ്മൾ അവരോട് ഇഷ്ടം കാരണം നമ്മുടെ സെൽഫ് റെസ്പെക്ട് വരെ നമ്മൾ കളയും. അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ സാരമില്ല, അയാൾക്ക് ഇഷ്ടമല്ലല്ലോ, വേണ്ട, വെറുതെ എന്തിനാ തല്ല് പിടിക്കുന്നത്. ആ ഒരു തല്ലുപിടുത്തം വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ പലതും വിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയാ. എനിക്ക് തല്ലുപിടുത്തവും ബഹളവും ഇഷ്ടമല്ലാത്തതുകൊണ്ട്, ഓൾറെഡി കുറെ ബഹളം അനുഭവിച്ചാണല്ലോ, അപ്പൊ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തല്ലുപിടുത്തം ഇഷ്ടമല്ല. അപ്പൊ ആളെന്ത് പറയുന്നു അത് അതേപടി ഓക്കെ അങ്ങനെ ചെയ്യും. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കും, ഇന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്, അങ്ങനെ ചെയ്തോട്ടെ. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ചെയ്തോട്ടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും ചെയ്യുവാണ് എന്ന് പറയണം. ഞാൻ ഇങ്ങനെ പോവാണ്, ഇത് ചെയ്യുവാണ്, അതാ നല്ലത്. നമ്മളായിട്ട് അവരെ ശീലിപ്പിക്കുന്ന കുറച്ച് ശീലങ്ങളുണ്ട് ആമ്പിള്ളേർക്ക്. അപ്പൊ നമ്മളെപ്പോഴും അവരുടെ താഴെയാണ്, പെണ്ണെപ്പോഴും ചെക്കന്റെ അടിമയാണ് എന്നുള്ളൊരു ഇത് അവർക്ക് എല്ലാവർക്കും ഇല്ലാന്ന് തോന്നുന്നു. ചില ആമ്പിള്ളേര് അത് അവര് വളർന്ന സാഹചര്യമായിരിക്കാം, വീട്ടുകാർ വളർത്തിയ രീതിയായിരിക്കാം. അതല്ലാണ്ട് ആമ്പിള്ളേരെല്ലാരും ഇങ്ങനെ ആവണമെന്നില്ല. ചിലവര് പറയും ജനിച്ച പാടി ഞാൻ ഇങ്ങനെയാ, എന്റെ സ്വഭാവം ഇങ്ങനെയാ, ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിന്നാ മതി. ഞാൻ ആലോചിക്കും ജനിച്ച പാടി ഇങ്ങനെയായിരുന്നോ, ജനിച്ച് വീണപ്പോഴേ ഇങ്ങനെയായിരുന്നോ? നമുക്ക് ആർക്കും ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ആൾക്കാർ മാറുക. അപ്പോ ഒരു ജീവിതത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ആ പെണ്ണിന്റെ ഇഷ്ടങ്ങളും അങ്ങേരും മനസ്സിലാക്കി നിക്കണം, പരസ്പരം അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട്. അതെ, അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇത് ട്രസ്റ്റ്, അത് മെയിനാ. ട്രസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു റിലേഷനും മുന്നോട്ട് കൊണ്ടുപോകരുത്. ഞാൻ എന്നിട്ട് പോലും നിന്ന ആളാ, അങ്ങനെ നിക്കരുത്. സത്യം പറഞ്ഞ ഞാൻ എപ്പോഴും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എല്ലാ അപ്ഡേഷനും തുടങ്ങി. ഒരു കാര്യം പോലും വിടാണ്ട് ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെയുണ്ടോ എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ടും ആൾക്ക് ഓക്കെ ആയില്ല എന്ന് പറയുമ്പോ അതെന്തോ സൂക്കേടാ, എന്തോ പ്രശ്നമുണ്ട്. അത് വീട്ടിൽ നിന്നുള്ള ഇപ്പൊ ചിലര് പറയും എനിക്ക് പണ്ടെന്തോ ട്രോമയുണ്ട്, അതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് എന്തോ ട്രോമ ഇല്ലേ, നമ്മളും പെണ്ണുങ്ങളല്ലേ, നമ്മളും കുറെ അനുഭവിച്ചല്ലേ വരുന്നേ. പക്ഷെ നമ്മള് അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. ശരിക്കും ഇങ്ങനെ ഈ അഭിനയിക്കാനൊക്കെ തുടങ്ങിയപ്പോ ആള് പിന്നീട് എപ്പോഴെങ്കിലും മിണ്ടുവങ്ങാണ്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ അന്നേ ബ്ലോക്ക് ചെയ്തതായിരുന്നു, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആളെ പേടിയല്ല, പക്ഷെ ആളുടെ ഒരു പ്രസൻസ് അടുത്ത് വരുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഒരു നെഗറ്റീവാണ്, നെഗറ്റീവ് എനർജി. അങ്ങനെയുള്ളവരെ അങ്ങ് ഒഴിവാക്കണം അല്ലേ, മുറിച്ച് കളയണം. ലൈഫിൽ നിന്ന് അങ്ങനെ കളഞ്ഞു. എനിക്ക് ആളോട് ഇപ്പോഴും ദേഷ്യം ശത്രുത ഒന്നും ഇല്ല. അത് ആളുടെ ജീവിത സാഹചര്യമാണ്. കാരണം ആളുടെ വീട്ടുകാർ അതുപോലെയാണ്. പിന്നെ ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനും അമ്മയും എങ്ങനെയാണോ വളരുന്നത് അത് കണ്ടേ മക്കളും പഠിക്കുന്നത്. ഇപ്പോഴത്തെ പെണ്ണ് എങ്ങനെയാണോ നിക്കുന്നത്? ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ, അത് വേണമെങ്കിൽ മിക്കവാറും ഒന്നിച്ചു പോകും. പള്ളിക്കാരി പെങ്കൊച്ചാണ്. എനിക്കറിയാം അവരെ. ഞാനും ആലോചിച്ചു എന്തുകൊണ്ടാണ് പോയി കെട്ടിയെന്ന്, അറിയാന്നിട്ട് പോലും. പിന്നെ ഓർത്ത് അവരുടെ ഇഷ്ടം. മോനെ എപ്പോഴെങ്കിലും കാണാനൊക്കെ വന്നിട്ടില്ല? ആൾക്ക് മോനെ വേണമെന്നുണ്ടായിരുന്നില്ല. ഡിവോഴ്സിന്റെ ടൈമിലും ആൾക്ക് ആളുടെ ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് മാത്രമായിരുന്നു ആവശ്യം. അത് ആവശ്യപ്പെട്ടപ്പോഴേ സ്വർണ്ണ മോതിരം ആയതുകൊണ്ട്
അല്ല എനിക്കും എന്റെ വീട്ടുകാർക്കാണ് നഷ്ടം. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത് ഞാനായിരുന്നു. പൈസ കിട്ടിയോ? എന്റെ അച്ഛന്റെ അടുത്ത് ഉപദ്രവിച്ചോട്ട് വന്നോണ്ടാണ്, ഹോസ്പിറ്റലിൽ വന്ന് ബഹളം ഉണ്ടാക്കിയോണ്ടാണ് ഞാൻ കേസിന് പോയത്. അല്ലെങ്കിൽ അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക, ഏട്ടൻ വരും, ആയോ ഒന്നിച്ച് നിക്കാം, മാറി നിക്കാം. ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ഓർത്ത് വേണ്ട പോട്ടെ. പിന്നെ എനിക്ക് ഫുൾ അരിശമായി. ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ റിയലാ, അല്ല റെയറാണ്. കല്യാണം കഴിക്കാൻ തന്നെ പേടിയാണ്. കൊച്ചിങ്ങ വേണ്ട വേണ്ട, ഇങ്ങനെ ആവരുത് കേട്ടോ. നിങ്ങളിപ്പം കേട്ടില്ലേ, എന്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞു നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങനെ അറിഞ്ഞെങ്കിൽ അവനെ ചെപ്പടിച്ച് പൊട്ടിച്ചേനെന്ന്. ഞാൻ ചെറുതായിട്ട് തല്ലിയെങ്കിലും അവൻ പറയുവോ എന്റെ ദേഹം മൊത്തം വേനെടുത്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അല്ല, അവൻ നല്ല ജിമ്മും ആരോഗ്യമുള്ള ഒരുത്തനാ. എന്നിട്ട് ഞാൻ അടിച്ചിട്ട് അവന് വേനെടുത്തു. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, ഇവിടം വരെ മുളച്ചിരിക്കുവായിരുന്നു കൈ ഫുള്ള്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ ചോദിച്ചത് എന്താണ്, പട്ടീനെ വല്ലാണോ തല്ലിയേ. അവർക്കൊരു വിഷമായി പോയി. ഇന്നിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ അന്ന് അനുഭവിച്ച വേദന. എന്റെ അമ്മ എന്റെ ഡ്രസ്സൊക്കെ മാറ്റി തന്നെ എനിക്ക് കൈ പൊക്കാൻ പറ്റാനിട്ട് അത്ര എന്നെ തല്ലിയതാ. ഇപ്പോഴും പലരുടെയും വിചാരം ഞാൻ അവന്റെ ലൈഫ് കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സൂചിച്ച് നടക്കാന്ന. ഞാൻ അങ്ങനെയല്ല, എല്ലാ ആണുങ്ങളും പ്രശ്നക്കാരാണല്ലോ. എല്ലാരും അല്ല കേട്ടോ, എല്ലാ ആണുങ്ങളും അല്ല. ഭൂരിഭാഗം കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതേ പുറത്ത് കാണിക്കത്തുള്ളൂ. വീട്ടിൽ നിന്ന് കിട്ടുന്നതേ ആമ്പിള്ളേര് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ സുഹൃത്തുക്കളെങ്കിലും നല്ലതായി കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമായ അങ്ങനത്തെ ഒരു തന്നെ കെട്ടരുത്. അല്ലേ? ഇനി ഏതായാലും നല്ലൊരു ആളെ വിവേകമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ എന്തെങ്കിലും ഉപദേശം ഉണ്ടോ? ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചു പോവാ. ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിക്കുക. ആർക്കും വേണ്ടി മാറരുത്. നോ പറയാൻ പഠിക്കണം അല്ലേ പെൺകുട്ടികൾ? പറയാൻ പഠിക്കണം. നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയാ. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് പലരുടെ അടുത്ത് എനിക്കിപ്പോ നോ പറയാൻ പറ്റുന്നുണ്ട്. ചില ടൈമില് നമ്മുടെ അടുത്ത ബന്ധത്തിലുള്ളവരോട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. എന്നാലും ഞാൻ കുറച്ച് വിവരിച്ച് പറഞ്ഞിട്ട് പറയും. ഓവർ അറ്റാച്ച്മെന്റും പാടില്ല ലൈഫില്. ഇത് ഉറപ്പിച്ച് ഓക്കെ ആണ്, ഇന്ന ആള് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ അതിലേക്ക് അഡിക്റ്റ് ആയാൽ മതി. അതല്ലാത്ത പക്ഷം ആദ്യം തന്നെ അറ്റാച്ച് ആവാൻ പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അധികം സ്ത്രീകൾക്കാണ് ഈ കുഴപ്പം. പ്രശ്നം അതാണ്. ആമ്പിള്ളേർക്ക് ഉണ്ടാവും, പക്ഷെ അവര് പുറത്ത് പ്രകടിപ്പിക്കില്ല. ഉള്ളിൽ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് പറയും എനിക്ക് സ്നേഹമുണ്ട്. അപ്പൊ ഞാൻ പറയും ഉള്ളിൽ വെക്കാനുള്ളതല്ല സ്നേഹം, പുറത്ത്. നമ്മളെ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ എന്താ പറയാ, എന്റെ ഇവിടെ വന്ന് പൂവിട്ടാല് എന്റെ ഇവിടെ ഞാനറിയോ സ്നേഹം, അത് ഫീൽ ചെയ്യണം. അതെ, പറയണം, പ്രകടിപ്പിക്കണം. ജസ്റ്റ് നമ്മൾ ഉള്ളിൽ വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. അത് എപ്പോഴായാലും കൈവിട്ട് പോണതിന് മുമ്പ് നമ്മൾ പറയാനുള്ളത് പറഞ്ഞത് തീർക്കണം. അതല്ലാതെ ഇത്രയും ടൈം എടുത്തിട്ട് എനിക്ക് ഇപ്പോഴാണ് ചിന്തിക്കാൻ പറ്റിയത്, ഇപ്പോഴാണ് ആലോചിച്ചപ്പോ ഓക്കെ ആയി തോന്നിയത്, എനിക്കിപ്പോ എന്തായാലും ഇനി നിന്നെ വേണം എന്നും പറഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും നമ്മൾ പെൺപിള്ളേര് മനസ്സോട് ഡിസിഷൻ എടുക്കും. ഓക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മൾ ഇത്രയും നിന്നിട്ട് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് വേണ്ട, നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഒരു വിലയില്ല, വേണ്ട ഇനി വേണ്ട, ഇനി ഒരു വിഷമം നിനക്ക് വേണ്ട എന്നുള്ള രീതി നമ്മുടെ മനസ്സിലോട് നമ്മൾ പറഞ്ഞ് ഓക്കെ ആവും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോ? നല്ല രീതിക്ക്. എങ്ങനെ ഓവർകം ചെയ്തേ? എനിക്കറിയില്ല സത്യം പറഞ്ഞ എങ്ങനെ പോയെന്ന്. ഞാൻ പിന്നെ കൂടുതലും എനിക്ക് പണ്ട് ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഉണ്ടായില്ല കല്യാണം കഴിഞ്ഞപ്പോൾ. ആൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഫോൺ പോലും ആകെ യൂട്യൂബ് മാത്രമേ യൂസ് ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ളൂ. നമ്പേഴ്സ് പോലും കുറവാ. അച്ഛൻ, അമ്മ, കസിൻ ചേച്ചി, എൻ്റെ ഒരു കൂട്ടുകാരി. പക്ഷെ അതിനെ പോലും വിളിക്കുമ്പോഴും അമ്മായിയമ്മ ഒളിഞ്ഞിട്ട് നോക്കുമായിരുന്നു. അപ്പൊ എനിക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു അതിനൊക്കെ ഒന്നും. അമ്മായിയമ്മയൊക്കെ എന്താ വേണ്ടേന്ന് എനിക്കറിയില്ല. അമ്മ ആ വീട്ടിലിരുന്ന് അനുഭവിക്കണേന്റെ പ്രശ്നമാ, ഹസ്ബൻഡിന്റെ കുഴപ്പമാ. നല്ലൊരു കുടുംബത്തേക്ക് എല്ലാ പെണ്ണുങ്ങളും ഓരോ കുടുംബത്തേക്ക് പോവുക. ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതേ മക്കളും കണ്ടുപഠിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് ആരെയും ഞാൻ മെയിൻ ആയിട്ട് കുറ്റം പറയില്ല. അത് മാത്രല്ല യൂട്യൂബ് മാത്രം ഉപയോഗിക്കാവൂ, ആരെയും വിളിക്കാൻ പാടില്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് 2021-20 എന്തോ ആണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടിക്ടോക്ക് എടുത്തു തുടങ്ങി. ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആക്കാൻ വേണ്ടി ടിക്ടോക്ക് എടുത്തു, റീൽസ് ചെയ്യുമായിരുന്നു കൊച്ചിനായിട്ടൊക്കെ. അങ്ങനെ പോയി. എപ്പോഴെങ്കിലും ആ ഭർത്താവിന്റെ മുഖത്തിട്ടൊന്ന് അടിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, അടിച്ചിട്ടില്ല. അയ്യോ, അത് വലിയ കഷ്ടമായി പോയി. ശരിക്കും പറഞ്ഞ ഒന്ന് കൊടുക്കണ്ടായിരുന്നു. ഇത്രയും അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അടിക്കണം, ആരും കാണാതെ 2 എണ്ണം കൊടുക്കണം. ഇങ്ങനെയുള്ളവന്മാർക്ക് കൊടുത്തേ തീരും. അടി കൊടുത്തെങ്കിലും പഠിക്കുമെങ്കിൽ പഠിക്കട്ടെ. ചിലതിങ്ങ കൊണ്ടാലും പഠിക്കില്ല. അതെ തന്നെ, അത് ശരിയാ. ഇനി നമുക്ക് സീരിയലിനെയും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതെ, ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇടരുതിട്ടാ.
കേട്ടോ എഡിറ്റ് ചെയ്യും.